2016 നവംബർ 8-ാം തീയതി രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ പ്രസംഗം ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ആ പ്രസംഗത്തിലൂടെയാണ് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അർദ്ധരാത്രി മുതൽ അസാധുവാക്കിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ ഞെട്ടിക്കുന്ന തീരുമാനം സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചു. കാരണം ഇത്രയും വലിയൊരു സാമ്പത്തിക പരിഷ്കാരം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടപ്പാക്കിയത് ലോകത്ത് തന്നെ അപൂർവമായിരുന്നു. രാജ്യത്തെ ദരിദ്രരും സാധാരണക്കാരുമായ ജനകോടികൾക്കുമേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അപ്രതീക്ഷിത സാമ്പത്തിക കടന്നാക്രമണത്തിന് ഇന്ന് നവംബർ 8-ന് 9 വർഷം തികയുകയാണ്. രാജ്യം സാമ്പത്തികമായി ശക്തിപ്പെടുമെന്ന് പ്രഖ്യാപിച്ച ഈ തീരുമാനം 9 വർഷം പിന്നിടുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും നേടാനാകാതെ തീർത്തും പരാജയപ്പെട്ടുപോയ ഒരു തുഗ്ലക് പരിഷ്കാരമായി പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. നോട്ട് നിരോധനത്തെ വലതുപക്ഷ മാധ്യമങ്ങളും സംഘപരിവാർ അനുനായികളും കള്ളപ്പണത്തിനെതിരെയുള്ള മാസ്റ്റർ സ്ട്രോക്ക് എന്നും സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് എന്നും വിശേഷിപ്പിച്ചു. എന്നാൽ ഈ വീമ്പ് പറച്ചിലുകൾ വെറും പൊള്ളയാണെന്ന് കാലം തെളിയിച്ചു. കോടിക്കണക്കിന് പേരുടെ ജീവിതമാർഗം തകർക്കുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു തീരുമാനമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. കണക്കിൽപ്പെടാത്ത കള്ളപ്പണവും കള്ള നോട്ടുകളും ഉപയോഗിച്ചാണ് തീവ്രവാദികൾ രാജ്യത്തെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്നതെന്നും ഇവ രണ്ടും തടയുന്നതോടെ രാജ്യം തീവ്രവാദ ഭീഷണിയിൽ നിന്ന് മുക്തമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി വാദിച്ചു. നോട്ട് നിരോധനം വഴി കുറഞ്ഞത് 4 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഇല്ലാതാക്കാൻ കഴിയുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ.